Hi all, myself Jibino. Welcome to Seamless Theory. നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനിയുള്ള എല്ലാ വീഡിയോസും നമ്മൾ ജസ്റ്റ് മലയാളത്തിലായിരിക്കും പറയുന്നുണ്ടാവുക. കാരണം നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത സമയത്ത് ഒട്ടുമിക്ക എല്ലാ വീഡിയോസും ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആസ് എ ഒരു മലയാളി എന്ന രീതിയിൽ ഞാൻ പലപ്പോഴും ഒരു അഡ്മിൻ ട്രെയിനിങ്ങിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള വീഡിയോസ് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ മദർ ടങ് ആയിട്ടുള്ള മലയാളത്തിൽ വീഡിയോ എടുത്തുവിടുക എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മലയാളത്തിലായിരിക്കും ഇനി മുതലുള്ള എല്ലാ വീഡിയോസും വരുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് മൈക്രോസോഫ്റ്റ് 365. നേരത്തെ പറഞ്ഞ പോലെ ഒരു അഡ്മിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഇതൊരു ഓഫീസ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എക്സൽ വേർഡ് പവർ പോയിൻ്റ് എന്ന് പറയുന്ന ജസ്റ്റ് ഒരു ബണ്ടിൽ ആപ്ലിക്കേഷൻ അല്ല. അവിടെ ക്ലൗഡ് ബേസ്ഡ് കംപ്ലീറ്റ് നമുക്ക് യൂസേഴ്സിനെ മാനേജ് ചെയ്യാൻ ഒരു ഓർഗനൈസേഷൻ കംപ്ലീറ്റ് എങ്ങനെ സെക്യൂർ ആക്കാം അങ്ങനെയുള്ള കുറേ അഡ്മിൻ പോർട്ടൽസ് എല്ലാം ഉള്ള ഒരു കംപ്ലീറ്റ് ക്ലൗഡ് സൊല്യൂഷനാണ് മൈക്രോസോഫ്റ്റ് 365 എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ലൈസൻസിങ് സെക്ഷനിലേക്ക് പോവാം. എന്തൊക്കെ ലൈസൻസ് ആണ് നമുക്ക് മൈക്രോസോഫ്റ്റ് 365 എന്ന് പറഞ്ഞ് ആ ഒരു സെക്ഷനിൽ വരുന്നത് പറയുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് ലൈസൻസ് ഉണ്ട്, പിന്നെ എൻ്റർപ്രൈസ് ലൈസൻസ് ഉണ്ട്, അതുകൂടാണ്ട് ഗവൺമെൻറ് ലൈസൻസസ്, അങ്ങനെയുള്ള കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. ബേസിക്കലി നമുക്ക് യൂസ് വരുന്നത് ബിസിനസ് ലൈസൻസും എൻ്റർപ്രൈസ് ലൈസൻസും ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാം ബിസിനസ് ലൈസൻസ്. എന്താണ് ബിസിനസ് ലൈസൻസ്? ബിസിനസ് ലൈസൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷൻ 300 യൂസേഴ്സിൽ താഴെയാണ് അവരുടെ ഓർഗനൈസേഷൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇതെങ്കിൽ അവർക്ക് ഒരിക്കലും എൻ്റർപ്രൈസ് ലൈസൻസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം പ്രൈസ് വൈസ് ബഡ്ജറ്റ് വൈസ് എല്ലാം നമുക്ക് ബിസിനസ് ലൈസൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ബിസിനസ് ലൈസൻസിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ലൈസൻസസ് ആണ് ബിസിനസ് ബേസിക്, ബിസിനസ് സ്റ്റാൻഡേർഡ്, ബിസിനസ് പ്രീമിയം, ആപ്പ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന ലൈസൻസസ്. ഇതാണ് ബിസിനസ് ലൈസൻസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇത് കൂടാണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ ലൈസൻസ് എല്ലാം ഉണ്ട്. എക്സ്ചേഞ്ച് ഓൺലൈൻ പ്ലാൻ 1, പ്ലാൻ 2 അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് അഡീഷണൽ ലൈസൻസ്. ഇതെല്ലാം ജസ്റ്റ് ആഡ് ഓൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് ബിസിനസ് ബേസിക് എന്താണ്, ബിസിനസ് സ്റ്റാൻഡേർഡ് എന്താണ്, ബിസിനസ് പ്രീമിയം എന്താണ്, ആപ്പ് ഫോർ ബിസിനസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് ബേസിക് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്സ് കാര്യങ്ങളെല്ലാം എക്സൽ, വേർഡ്, പവർ പോയിൻറ്റ്, അതുകൂടാണ്ട് ടീംസ്, ഔട്ട്ലുക്ക്, പെർവ്യൂ മീൻസ് അങ്ങനെയുള്ള കുറച്ച് ഓട്ടോമേഷൻ അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ബിസിനസ് ബേസിക്കിൽ വെബ് ഉള്ളി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ മൈക്രോസോഫ്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടോ എക്സൽ, വേർഡ്, പവർ പോയിൻ്റ് ഒക്കെ ആണെങ്കിലും ഇവരുടെ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓഫീസ് ആപ്ലിക്കേഷൻ്റെ ബണ്ടിലുണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഓഫീസ് ആക്ടിവേഷൻ ലൈസൻസ് ആവശ്യമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഓഫീസ് ആക്ടിവേഷൻ ലൈസൻസ് ഈ ബിസിനസ് ബേസിക് ലൈസൻസ് ഇൻക്ലൂഡ് അല്ല. അതുകൊണ്ട് തന്നെ എന്ത് ആപ്ലിക്കേഷനാണ് എക്സൽ, വേർഡ്, പവർ പോയിൻ്റ് ഒക്കെ നമുക്ക് എടുക്കണമെങ്കിൽ ഇതെല്ലാം വെബിൽ ആക്സസ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് ബ്രൗസറിൽ നമുക്ക് ഔട്ട്ലുക്ക് എക്സലാണ് എടുക്കണമെങ്കിൽ എക്സൽ അവിടെ വെബിൽ നമ്മൾ ഓപ്പൺ ആക്കണം. ടീംസും വൺ ഡ്രൈവ് ഒക്കെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും. നമ്മുടെ വിൻഡോസിൻ്റെ പ്ലാറ്റ്ഫോം ആണെങ്കിലും നമ്മുടെ മാക്കോസിൻ്റെ പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിൻ്റെ എല്ലാം ഓഫീസ് ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആപ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ ലൈസൻസിൻ്റെ ആവശ്യമുണ്ട്. ആ ലൈസൻസ് നമുക്ക് ബിസിനസ് ബേസിക്കിൽ വരുന്നില്ല. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ സ്റ്റോറേജ് സെക്ഷൻ അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ബിസിനസ് ബേസിക്കിൽ വരുന്നത് നമുക്ക് നോക്കാം. ബിസിനസ് ബേസിക്കിൽ നമുക്ക് വെബായിട്ടുള്ള എക്സൽ, വേർഡ്, പവർ പോയിൻ്റ് എല്ലാം ഫീച്ചേഴ്സും ഉണ്ട്. ടീംസ് ഉണ്ട്. വൺ ഡ്രൈവ് നമുക്ക് 1 TB വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മെയിൽ ബോക്സിൻ്റെ സ്റ്റോറേജ് വരുന്നത് 50 GB പ്രൈമറി മെയിൽ ബോക്സ് സ്റ്റോറേജും 50 GB ഓഫ് ആർക്കൈവ് സ്റ്റോറേജാണ് വരിക. ഓക്കെ, എന്താണ് പ്രൈമറി, എന്താണ് ആർക്കൈവ്? ഇവിടെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. പ്രൈമറി എന്ന് പറയുന്ന സമയത്ത് ആ യൂസറിൻ്റെ ഔട്ട്ലുക്കിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ സ്റ്റോറേജ് ആയിട്ട് വരുന്നതാണ് 50 GB ഓഫ് സ്റ്റോറേജ്. ദാറ്റ് മീൻസ് ഒരു ഔട്ട്ലുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇൻബോക്സ്, സെൻഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ആ സെക്ഷനാണ് പ്രൈമറി. പിന്നെ എന്താണ് ആർക്കൈവ്? ആക്ച്വലി നമ്മൾ പണ്ടത്തെ സിറ്റുവേഷനിൽ ഒരു IT അഡ്മിനായ ഒരാൾക്ക് അറിയാൻ പറ്റും, ഒരു ഓൾഡ് ഇമെയിൽസ് അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾഡ് ഇമെയിൽസ് എല്ലാം നമ്മൾ മാനുവലി PSTയിലേക്ക് മൂവ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ആർക്കൈവ് ഫീച്ചർ വന്ന ശേഷം ഇതൊന്നും PSTയിലേക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ആർക്കൈവ് ലൈസൻസ് അല്ലെങ്കിൽ ആർക്കൈവിൻ്റെ ആ ഒരു ഫീച്ചർ യൂട്ടിലൈസ് ചെയ്തിട്ട് ഓൾഡ് ഇമെയിൽസ് എല്ലാം ആർക്കൈവ് സ്റ്റോറേജ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതെന്തിൻ്റെ ബേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇത്ര ഡേയ്സ് ആ ഇമെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ആർക്കൈവിലേക്ക് പോകണം. അങ്ങനെയുള്ള കണ്ടീഷനെല്ലാം വെച്ച് നമുക്ക് സെപ്പറേറ്റ് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും ഓരോ പോർട്ടൽസും. ജസ്റ്റ് ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക. ആർക്കൈവ് ഫീച്ചറിൽ ആർക്കൈവ് നമുക്ക് 50 GB സ്റ്റോറേജ് കിട്ടും, പ്രൈമറിയിൽ 50 GB സ്റ്റോറേജ് കിട്ടും. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം.
ഓക്കെ. അപ്പോൾ ഈ ആർക്കൈവ് സ്റ്റോറേജ് എവിടെയാണ് കാണാൻ പറ്റുക വെച്ചാൽ നമ്മുടെ വെബ് പോർട്ടൽ എടുത്തു കഴിഞ്ഞാൽ അത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡൗൺ തന്നെ വരും. അത് ക്ലൗഡ് സ്റ്റോറേജ് തന്നെയാണ്, ഒരിക്കലും ലോക്കൽ PST ആയിട്ട് മാറ്റി അങ്ങനെയൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ബിസിനസ് ബേസിക് എന്ന് പറഞ്ഞ ലൈസൻസിൽ നമുക്ക് 50 GB ഓഫ് പ്രൈമറിയും 50 GB ഓഫ് ആർക്കൈവ് സ്റ്റോറേജ് കിട്ടും. അപ്പോൾ ഇതാണ് ബിസിനസ് ബേസിക്കിൽ വരുന്ന ഫീച്ചേഴ്സ്. ദെൻ അടുത്ത ലൈസൻസാണ് ബിസിനസ് സ്റ്റാൻഡേർഡ്. എന്താണ് ബിസിനസ് ബേസിക്കും സ്റ്റാൻഡേർഡും തമ്മിലുള്ള വ്യത്യാസം? ഈ പറഞ്ഞിരിക്കുന്ന 1 TB ഓഫ് സ്റ്റോറേജും ടീംസും എക്സൽ, വേർഡ്, പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അഡീഷണലി നമുക്ക് ഈ ഓഫീസ് ആപ്ലിക്കേഷൻ എക്സൽ, വേർഡ്, പവർ പോയിൻ്റ് ഒക്കെ വിൻഡോസിൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിൽ ആക്ടിവേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഒരു ലൈസൻസും ബിസിനസ് സ്റ്റാൻഡേർഡിൽ വരുന്നുണ്ട്. അതാണ് ബിസിനസ് ബേസിക്കും സ്റ്റാൻഡേർഡും തമ്മിലുള്ള വ്യത്യാസം. വൺ ഡ്രൈവിൻ്റെ ആണെങ്കിലും നമ്മുടെ മെയിൽ ബോക്സിൻ്റെ ആണെങ്കിലും ഒക്കെ സ്റ്റോറേജ് സെയിം ആണ്, അവിടെ വ്യത്യാസമൊന്നുമില്ല. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ദെൻ നെക്സ്റ്റ് നമുക്ക് ബിസിനസ് പ്രീമിയം. എന്താണ് ഈ ബിസിനസ് സ്റ്റാൻഡേർഡ് ബേസിക്കിൽ നിന്നെല്ലാം ഡിഫറൻ്റ് ആയിട്ട് ബിസിനസ് പ്രീമിയത്തിൽ വരുന്നത്? ബിസിനസ് പ്രീമിയം എന്ന് പറയുന്ന സമയത്ത് അഡീഷണൽ അത് കുറച്ചൊരു പ്രോ ഫീച്ചറാണ്, പ്രീമിയം ഫീച്ചറാണ്. എന്താണ് അവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റാൻഡേർഡിലുള്ള പോലെ ഓഫീസ് ആപ്ലിക്കേഷൻ എല്ലാം അതിലുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറേജും കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അഡീഷണലി നമ്മൾ മെയിൽ ബോക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 50 GB ഓഫ് പ്രൈമറി പ്ലസ് അൺലിമിറ്റഡ് ആർക്കൈവ് നമുക്ക് ഈ ബിസിനസ് പ്രീമിയം എന്ന് പറഞ്ഞ ലൈസൻസ് കിട്ടും. എന്താണ് അൺലിമിറ്റഡ് ആർക്കൈവ്? നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ 50 GB ഓഫ് ആർക്കൈവ് സ്റ്റോറേജ്, ഓൾഡ് ഇമെയിൽസ് എല്ലാം മൂവ് ചെയ്തിട്ട് നമുക്ക് 50 GB വരെ ആയിരുന്നു എന്ത് ചെയ്യാൻ പറ്റുന്നത്, ബിസിനസ് ബേസിക്കിലും സ്റ്റാൻഡേർഡിലും ആർക്കൈവ് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഇൻ കേസ് നമ്മുടെ ബിസിനസ് പ്രീമിയത്തിനകത്ത് വരുന്നത് 1.5 TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന അൺലിമിറ്റഡ് ആർക്കൈവ് സ്റ്റോറേജാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് മെയിൽ ബോക്സ് ഇപ്പോൾ ഒരു 2 വർഷത്തെ ഇമെയിൽസ് അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ ഇമെയിൽസ് ഫുള്ളായി എന്ന് വെച്ചാൽ നമുക്കത് ആർക്കൈവ് എനേബിൾ ചെയ്ത ശേഷം പ്രൈമറിയിൽ കുറച്ച് സ്റ്റോറേജ് ഫ്രീ അപ്പ് ആക്കിയിട്ട് ഓൾഡ് ഇമെയിൽസ് എല്ലാം ആർക്കൈവിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് 1.5 TB വരെ, ഇനീഷ്യലി 100 GB ആയിരിക്കും ഉണ്ടാവുക, നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് 1.5 TB വരെ നമുക്ക് അതിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് പ്രീമിയത്തിൽ വരുന്ന ഒരു ഫീച്ചർ. അടുത്തതാണ് നമുക്ക് ഡിഫൻഡർ ഫോർ ഓഫീസ് 365. എന്താണ് ഡിഫൻഡർ ഫോർ ഓഫീസ് 365? ആക്ച്വലി ഒരു IT അഡ്മിനെ അപേക്ഷിച്ചിടത്തോളം ഇമെയിൽ ഡെലിവറി അല്ലെങ്കിൽ സ്പാമിങ്, ഫിഷിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് കൺസിഡർ ചെയ്യണം. എന്ന് വെച്ചാൽ ഇമെയിൽ സെക്യൂരിറ്റി. ഒരു ഇമെയിൽ നമുക്കൊരാൾ അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് കണ്ടൻറ്റാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഓപ്പൺ ആക്കിയ ശേഷം അറിയാൻ പറ്റുള്ളൂ. ബട്ട് ആസ് ആൻ IT അഡ്മിൻ അത് ചിലപ്പോൾ മാൽവെയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫിഷിംഗ് അറ്റാക്ക് ആയിരിക്കാം. ഇതെല്ലാം നമുക്ക് ബാക്കിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഇമെയിൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വരുന്ന ലൈസൻസാണ് ഈ ഡിഫൻഡർ ഫോർ ഓഫീസ് 365. അപ്പോൾ ഒരു ഇമെയിൽ ഇൻബൗണ്ട് ആണെങ്കിലും പുറത്തേക്ക് വരുന്നതാണെങ്കിലും നമ്മൾ അയക്കുന്നതാണെങ്കിലും എല്ലാ ഇമെയിൽസും സ്കാൻ ചെയ്തിട്ട് ഈ ഇമെയിൽ എല്ലാം ഓക്കെ ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്യുന്നതാണ് എന്ത്, ഇമെയിൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഇൻ കേസ് എന്തെങ്കിലും അവിടെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കസ്റ്റമൈസേഷൻ പോളിസി അല്ലെങ്കിൽ ആ ഒരു പോളിസി ബേസ് നമുക്ക് ബ്ലോക്ക് ചെയ്യാനോ ക്വാറന്റൈനിലേക്ക് പോകാനോ എന്ത് വേണമെങ്കിലും കണ്ടീഷൻ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫീച്ചർ നമുക്ക് ഈ ബിസിനസ് പ്രീമിയം എന്ന് പറഞ്ഞ ലൈസൻസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ബിസിനസ് പ്രീമിയത്തിൽ വരുന്ന ഡിഫൻഡർ ഫോർ ഓഫീസ് 365. അഡീഷണൽ വരുന്നതാണ് ഡിഫൻഡർ ഫോർ എൻഡ് പോയിന്റ്. എന്താണ് ഡിഫൻഡർ ഫോർ എൻഡ് പോയിന്റ്? നിങ്ങൾക്കറിയാം ഇമെയിൽ സെക്യൂരിറ്റി കൂടാണ്ട് നമുക്ക് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി, ഈ EDR, XDR എന്ന ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് ഡിവൈസ് ആയിക്കോട്ടെ, മീൻസ് ഒരു വിൻഡോസ് അല്ലെങ്കിൽ മാക് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡിവൈസ് പ്രൊട്ടക്റ്റ് ആക്കി വെക്കുക എന്നുള്ളത് ഒരു IT അഡ്മിൻ്റെ കടമയാണ്. അപ്പോൾ ഇൻ കേസ് നമ്മൾ സ്റ്റാൻഡേർഡോ ബേസിക്കോ ലൈസൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ഔട്ട്ലുക്കിൽ ഇമെയിൽ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്, ടീംസ് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, ഇമെയിൽ സെക്യൂരിറ്റി ഇല്ല. അഡീഷണലി നമുക്ക് വിൻഡോസ് ആണെങ്കിൽ എന്ത് ഡിവൈസ് ആണെങ്കിലും അവിടെ പ്രൊട്ടക്ഷൻ ഇല്ല. അവിടെ ഈ പ്രൊട്ടക്ഷൻ വേണ്ടത് എന്നുള്ളത് മാൻഡേറ്ററി ആണ്. കാരണം ഒരു IT അഡ്മിനെ അപേക്ഷിച്ചോളം ഇൻ കേസ് എന്തെങ്കിലും ഹാപ്പൻ അല്ലെങ്കിൽ എന്തെങ്കിലും നടന്ന ശേഷം മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് അത് ചെയ്തത്, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോഴാണ് അവിടെ IT അഡ്മിന് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങളൊരു IT അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഒരു അഡീഷണൽ ലൈസൻസ് അല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ലൈസൻസ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇമെയിൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി പ്ലാറ്റ്ഫോം എടുത്ത ശേഷം നമ്മൾ ആ ഒരു ഡിവൈസും ഇമെയിൽസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ IT അഡ്മിൻ്റെ കടമയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മീൻസ് ഒരു എൻഡ് പോയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിഫൻഡർ ഫോർ എൻഡ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതെന്താ വെച്ചാൽ നമുക്ക് അറിയാം വിൻഡോസിൻ്റെ ആൻറ്റിവൈറസ് ഫീച്ചർ ബൈ ഡിഫോൾട്ട് നമുക്ക് വിൻഡോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വിൻഡോസ് ആൻറ്റിവൈറസ് നമുക്ക് ഉണ്ടാവും. ബട്ട് അതൊരു സെൻട്രലി ഓർഗനൈസേഷൻ മാനേജർ ആയിരിക്കില്ല. അപ്പം നമ്മളൊരു മൈക്രോസോഫ്റ്റ് പ്രീമിയത്തിൽ വരുന്ന ഫീച്ചറാണ് ഇൻട്യൂൺ എന്ന് പറഞ്ഞ ഫീച്ചർ. അപ്പോൾ ഡിവൈസുകൾ നമുക്ക് ഓർഗനൈസേഷനിലേക്ക് MDM ത്രൂ ഓർഗനൈസേഷൻ മാനേജർ ഡിവൈസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ എടുക്കുന്ന ഡിവൈസുകളെല്ലാം നമുക്ക് ബാക്ക് എൻഡ് എന്ന അഡ്മിൻ പോർട്ടൽ ത്രൂ നമുക്ക് അതിൻ്റെ XDR EDR ഫീച്ചറെല്ലാം നമ്മുടെ ഡിവൈസുകളെല്ലാം പ്രൊട്ടക്റ്റഡ് ആക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് ചെയ്യാൻ പറ്റും. അഡീഷണലി ഇൻട്യൂണിൽ നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഡിവൈസിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ കൊടുക്കണം അല്ലെങ്കിൽ ബിറ്റ് ലോക്കർ എനേബിൾ ചെയ്യണം.
എൻക്രിപ്റ്റഡ് ആക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഇൻട്യൂൺ പോർട്ടലിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ പോർട്ടലിൽ അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോയിൽ പറയുന്നതാണ്. ജസ്റ്റ് ലൈസൻസിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് പോവാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് പ്രീമിയം ലൈസൻസിൽ അവൈലബിൾ ആണ്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡിനും ബേസിക്കിനെ അപേക്ഷിച്ചിടത്തോളം ഡിഫൻഡർ ഫോർ ഓഫീസ് 365 ഫോർ ഇമെയിൽ സെക്യൂരിറ്റി, ഡിഫൻഡർ ഫോർ എൻഡ് പോയിൻറ്റ് നമ്മുടെ ഡിവൈസുകളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്യൂൺ ഫീച്ചർ, ഡിവൈസിൻ്റെ MDM ഒരു ഓർഗനൈസേഷൻ മാനേജറായിട്ടുള്ള ഡിവൈസുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇൻട്യൂൺ ഫീച്ചർ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻട്യൂണിലേക്ക് എൻറോൾ ചെയ്ത ഡിവൈസുകളെല്ലാം നമുക്ക് ഒരു പോർട്ടലിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, കോൺഫിഗറേഷൻ എല്ലാം സെറ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും അതിൻ്റെ കൂടെ അഡീഷണൽ ആണ്. ദെൻ ബേസിക് ആയിട്ടുള്ള DLP ഫീച്ചേഴ്സ് ലൈക്ക് ഡാറ്റ ലോസ് പ്രിവെൻഷൻ, എന്തെങ്കിലും ഇതിലുള്ള ഡാറ്റ കോൺഫിഡൻഷ്യൽ ഡാറ്റ നമുക്ക് പുറത്തേക്ക് ഒരു ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണലി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഇൻഫർമേഷൻ ലേബിൾസ്, നമുക്ക് ലേബിൾസ് സെറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം ഈ പ്രീമിയം ലൈസൻസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ബിസിനസ്സിൽ വരുന്ന ഈ ബേസിക് സ്റ്റാൻഡേർഡ് പ്രീമിയം ലൈസൻസിൽ വരുന്നത്. ദെൻ അഡീഷണൽ ആണ് ആപ്പ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന ലൈസൻസ്. എന്താണ് ആപ്പ് ഫോർ ബിസിനസ് ലൈസൻസ്? നമ്മൾ ഈ സ്റ്റാൻഡേർഡിലും പ്രീമിയത്തിലും പറഞ്ഞു നമുക്ക് ഈ ഓഫീസ് ആപ്ലിക്കേഷൻ എല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇമെയിൽ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഡിവൈസുകളിലെ ഓഫീസ് ആപ്ലിക്കേഷൻസ് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രം മതി. അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈസൻസാണ് ആപ്പ് ഫോർ ബിസിനസ് ലൈസൻസ്. ഈ ആപ്പ് ഫോർ ബിസിനസ് ലൈസൻസ് നമുക്ക് പർച്ചേസ് ചെയ്ത ശേഷം നമുക്ക് 5 ഡിവൈസുകളിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് വെച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ എക്സൽ, വേർഡ്, പവർ പോയിൻ്റ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവർക്ക് ഡെയിലി വർക്ക്സിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ആപ്പ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന ലൈസൻസ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് എൻ്റർപ്രൈസ് ലൈസൻസ്. എന്താണ് എൻ്റർപ്രൈസ് ലൈസൻസ്? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബിസിനസ് ലൈസൻസിന് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, 300 യൂസേഴ്സ്. അപ്പോൾ 300 യൂസേഴ്സിന് താഴെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് എങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ബിസിനസ് ലൈസൻസ് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് 300 മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എൻ്റർപ്രൈസ് ലൈസൻസ് പറയുന്ന സെക്ഷനിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് ഈ ബിസിനസ് എൻ്റർപ്രൈസ് തമ്മിലുള്ള വ്യത്യാസം? എൻ്റർപ്രൈസിൻ്റെ ലൈസൻസ് നമ്മൾ വരുന്നത് E1, E3, E5. E1 എന്ന് പറയുന്ന ലൈസൻസ് നേരത്തെ ഉണ്ടായിരുന്നു, അത് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് മൈക്രോസോഫ്റ്റ് ഡിസ്കണ്ടിന്യൂഡ് ആണ്. അപ്പോൾ E3, E5. എന്താണ് E3, E5 തമ്മിലുള്ള വ്യത്യാസം? E3 എന്ന് പറയുന്നത് നേരത്തെ പറയുന്ന പോലെ മീൻസ് നേരത്തെ സ്റ്റാൻഡേർഡിൽ പറഞ്ഞ പോലെ നമുക്ക് ഓഫീസ് ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൂടാതെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നേരത്തെ പറഞ്ഞ ബിസിനസ് സ്റ്റാൻഡേർഡിൽ നമുക്ക് പ്രൈമറി മെയിൽ ബോക്സിൻ്റെ സൈസ് വന്നത് 50 GB ആയിരുന്നു. ബട്ട് ഇവിടെ നമുക്ക് എൻ്റർപ്രൈസ് ലൈസൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ്, പ്രൈമറിയുടെ സൈസ് 100 GB ആണ്. 100 GB പ്രൈമറിയും വരും. ദെൻ 1.5 TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന അൺലിമിറ്റഡ് ആർക്കൈവ് എന്ന് പറയുന്ന ഫീച്ചർ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ 1.5 TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറും അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് E3 ഫീച്ചർ, E3യുടെ ലൈസൻസിൽ നമുക്ക് എന്ത് ചെയ്തു? പ്രൈമറി മെയിൽ ബോക്സ് 100 GB ആണ്. ആർക്കൈവ് ഫീച്ചർ 1.5 TB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തതാണ് നമുക്ക് OneDriveൻ്റെ സ്റ്റോറേജ്. OneDriveൻ്റെ സ്റ്റോറേജ് നേരത്തെ പറഞ്ഞാൽ 1 TB ആയിരുന്നു സ്റ്റോറേജ്. ബട്ട് നമ്മൾ E3 ലൈസൻസ് ആണ് അല്ലെങ്കിൽ എൻ്റർപ്രൈസ് ലൈസൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ OneDrive സ്റ്റോറേജ് വരുന്നത് 1 TB അല്ല. ഇനീഷ്യൽ സ്റ്റേജിൽ 1 TB ആണെങ്കിൽ നമുക്കത് 5 TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറേജ് ആണ് നമുക്ക് OneDrive വരുന്നത് എൻ്റർപ്രൈസ് ലൈസൻസിൽ. അതുകൂടാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഓഫീസ് ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ടാവും, ഇമെയിൽ സെക്യൂരിറ്റി ഉണ്ടാവും, ഇൻട്യൂൺ ഉണ്ടാവും, എൻഡ് പോയിൻറ്റ് സെക്യൂരിറ്റി ഉണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്ന ഫീച്ചറെല്ലാം നമ്മൾ E3 ഉണ്ടാവും. കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള DLP ഫീച്ചേഴ്സ് E3 വരുന്നുണ്ട്, ഇൻഫർമേഷൻ പ്രൊട്ടക്ഷൻസ്, പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇൻട്യൂണിൽ തന്നെ കുറച്ചധികം ഡിവൈസ് മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് നമ്മൾ E3യും അല്ലെങ്കിൽ എൻ്റർപ്രൈസ് ലൈസൻസും പിന്നെ ബിസിനസ് ലൈസൻസ് തമ്മിലുള്ള വ്യത്യാസം. ഇത് സെയിം കാര്യങ്ങൾ തന്നെയാണ് E5ൽ വരുന്നത്. അഡീഷണലി നമുക്ക് കുറച്ചധികം ഫീച്ചേഴ്സ് ഡിവൈസ് മാനേജ്മെൻറ്റിൽ വരുന്നുണ്ട്. DLPയുടെ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻഫർമേഷൻ പ്രൊട്ടക്ഷൻ, ദെൻ പെർവ്യൂ കിട്ടും. പെർവ്യൂ പോർട്ടലിൽ കംപ്ലയിൻസ് റിലേറ്റഡ് കാര്യങ്ങൾ നമുക്ക് കുറച്ചധികം മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ചുകൂടെ അഡ്വാൻസ് റിലേറ്റഡ് മീൻസ് എൻ്റർപ്രൈസ് ലെവലിൽ ഹൈ ലെവലായിട്ട് നിൽക്കുന്ന ലൈസൻസ് ആണിത് E5 ലൈസൻസ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലൈസൻസ് എന്തൊക്കെയാണ്, മീൻസ് ബിസിനസ് ലൈസൻസ് എന്താണ്, എൻ്റർപ്രൈസ് ലൈസൻസ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി കേസ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് എന്നെയായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താലും മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, സി യു, ബൈ, താങ്ക് യു.